ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഫ്രീ ഫയർ തന്നെയാണ്. സോ ഫ്രീ ഫയർ CS റാങ്ക്ഡ് കളിക്കാൻ പോവാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, എല്ലാവരും തന്നെ ലൈക്ക് അടിച്ച് പവറാക്കിയേക്കാം. അപ്പോൾ നേരെ നമ്മൾ മാച്ചിലേക്ക് പോവാണ്. മാച്ചിൽ എന്താ പറയുക, മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം 4 കില്ല് ഞാൻ ഈ മാച്ചിലെടുത്തായിരുന്നു. എൻ്റെ കട്ടിൽ മുമ്പിൽ 5 കില്ലെടുത്ത് നമ്മൾ ഈ ജയിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ മാച്ചെന്ന് പറയുന്നത് ഞാൻ 4 കിലോ എടുത്തോളൂ. എന്തായാലും നമ്മൾ 2 ദിവസമായി കളിച്ചിട്ട്. ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഇല്ലേ ഫ്രീ ഫയറിൻ്റെ, അത് ഞാൻ എത്തിപ്പോഴും കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ യൂട്യൂബ് ഇട്ടത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ്, അത് കളിച്ചത് കുറച്ച് ദിവസം മുമ്പാണ്. സോ ഈ കളി നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കളിക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മൂഡ് ഔട്ടായിട്ടാണ് കളിക്കുന്നത്. ഈ കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു കളിയും കൂടെയാണ്. സോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഈ കളിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അടി അടിച്ച് അവർ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. അവനെ നോക്കി ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം ആളിനെ അവിടെ കാണാനില്ല. ചുറ്റും നോക്കി അപ്പോഴത്തേക്കും മണ്ടയിൽ നിന്ന് അടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ നേരെ ടോപ്പിൽ കയറി ടോപ്പിൽ നിന്ന് കില്ലെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൻ താഴെ ഇറങ്ങി. നമ്മളെ ടീംമേറ്റ് അവനെ എന്തായാലും സെറ്റാക്കി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ടീംമേറ്റിനെ അടിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ നമുക്ക് കിട്ടി. ആ കില്ല് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഭാഗത്തുനിന്ന് നമ്മുടെ മറ്റൊരു ടീംമേറ്റിനെ നോക്കാക്കി കേട്ടോ. നേരെ പോയി അടിക്കാൻ ചെന്നപ്പോൾ അവൻ്റെ ടീംമേറ്റിനെ രക്ഷിക്കുമായിരുന്നു കേട്ടോ. നേരെ ചെന്ന് അടിച്ച് അങ്ങനെ ഈ കളിയിൽ 2 കില്ലെടുത്ത് നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കളി നോക്കുകയാണെങ്കിൽ അടുത്ത കളിയും അധികം കില്ല് 2 കില്ല് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കില്ല് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് നല്ലപോലെ കളിക്കാത്തൊരു കളിയും കൂടെയാണ്. നല്ലൊരു മൂഡില്ലായിരുന്നു ഗെയിംസ് ഫ്രീ ഫയർ കളിക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ജയിക്കാൻ വേണ്ടി കളിച്ചൊരു കളിയാണ്, അല്ലാതെ നല്ല പ്രോ കളി കളിക്കുന്ന അല്ലായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ കളിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ റഷ് ചെയ്ത് കയറുകയാണ്. ആദ്യത്തെ കളി ജയിച്ചുകൊണ്ട് തന്നെ റഷ് ചെയ്ത് കയറി എല്ലാവരെയും നല്ല അടിച്ച് പൊട്ടിക്കാൻ റഷ് ചെയ്ത് കയറി. ഹെഡ് ഷോട്ട് മാക്സിമം കയറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ കുറച്ച് നേരം നിന്നു. ആൾക്കാർ ഇവിടേക്ക് വരുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അപ്പുറത്തെ ടവറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കണം. ടവറല്ല, അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് അടിക്കുകയായിരുന്നു. നേരെ ഇങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെ ഒരുത്തനെ നമ്മൾ ടീമേൽ നോക്കാക്കി ഇട്ടു. അവിടെ ചെന്നപ്പോഴേക്കും ഇവനെ നോക്കാക്കി ഇട്ടുകൊണ്ട് തന്നെ അവനെ ടീമേറ്റ് രക്ഷിക്കാമെന്ന് അവനെ അടിച്ച് പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്തത് നമ്മൾ ടീംമേറ്റിനെ പൊക്കി വിട്ട് നേരെ എന്താ പറയുക അടുത്ത കില്ലെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. പിന്നെ നമ്മളെ ലൂട്ടൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കില്ല് പൂർണ്ണമായി 3-3-2-0 നിലയിലേക്കൊക്കെ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്ഥലം നമ്മുടെ സ്വന്തം സാൻറ്റ എന്ന് തന്നെയാണ് പേര്. പുതിയ സ്ഥലങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ബെർമുഡ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെങ്കിലും ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സോ നേരെ അടുത്ത കളിയിലേക്ക് പോവാണ്. ഇതിലും അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്തിട്ടില്ല. ആകെ ഒരു കില്ല് എടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ ഒരു കില്ലും എടുക്കാതെ പൊട്ടിയൊരു കളിയായിരുന്നു. പക്ഷെ നമ്മൾ തന്നെയാണ് ജയിച്ചത്. ടീമേറ്റുകൾ റഷ് ചെയ്ത് കയറുന്നതുകൊണ്ട് അത്യാവശ്യം ജയിച്ചു പോയി. അത്രയ്ക്ക് കളിക്കാനായിട്ടൊരു രസമില്ലാത്ത കളിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം കില്ല് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് എന്നുവെച്ചാൽ ഈ ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല അറ്റാക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മളെ ടീമേറ്റൊക്കെ അടിക്കായിരുന്നു. അപ്പോഴത്തേക്ക് മനസ്സിലായി എന്തായാലും സെറ്റായെന്ന്. എന്തായാലും അവിടെ നിന്ന് ഉണ്ടായിരുന്ന എനിക്ക് നല്ല ഇതായിരുന്നു. എന്തായാലും അവിടെ അങ്ങോട്ട് പോവാതെ നേരെ താഴത്തേക്ക് ഇറങ്ങിയതും അവിടെ നിന്ന് നമ്മുടെ അങ്ങുന്ന വീട്ടിൽ നിന്ന് അടി സെറ്റായി നമ്മളങ്ങനെ പവറായി ചെത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ടീമേറ്റ് എന്തായാലും ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും റഷ് ചെയ്ത് വന്ന് ഒരാളെ അടിച്ചിട്ട് എന്നെ കൊന്ന അതേ സ്ഥലത്തു നിന്ന് അയാൾ എന്നെ വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ടീമേറ്റിന് ആകെ 28 HP ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എല്ലാവരും പിടിച്ച് നിന്ന് കളിച്ചുകൊണ്ട് ആ കളിയും അടിപൊളിയായിട്ട് തന്നെ പോയായിരുന്നു. ലാസ്റ്റത്തെ കളി, അതായത് 4ാമത്തെ കളിയിലാണ് ഞാൻ 1 കില്ലെടുത്ത് 4 കില്ലായി ബുയ അടിച്ചത്. സോ ബുയ അടിച്ചാൽ മതി. CS റാങ്ക്ഡിൽ ഞാനങ്ങനെ കളിക്കില്ല. നമ്മുടെ സാധാ ക്ലാഷ് കോഡിൽ മാത്രമേ കളിക്കാറുള്ളൂ. സോ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. നമ്മളെ ബുയ അടിച്ചാൽ മതി, അതാണ് മുഖ്യം. സോ അടുത്ത കളിയിൽ ഞാൻ നേരെ ഗ്ലൂ വാളും അങ്ങനെ നമ്മളെ
ഹെൽമറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി. ഞാൻ വിചാരിച്ച് നമ്മളെല്ലാവരും അടിച്ചിടുമെന്ന്. എന്തായാലും ഞാൻ ഇതിൽ ഒരു കില്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരുത്ത നൂബ് പോയി നിന്നവൻ ഞാൻ എന്തായാലും അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡയമണ്ട് നമ്മുടെ 5 പ്ലാറ്റിനം 5 ആവാറായിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മളങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തത്. അപ്പം നൂബ് പോയതിനെ അടിച്ചിടുകയാണ്. എന്തായാലും അവരാരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. ഞങ്ങോട്ട് റഷ് ചെയ്ത് കയറുകയാണ്. എന്നുവെച്ചാൽ റഷ് ചെയ്ത് നമ്മൾ ഒളിച്ചും പാത്ത് റഷ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ആ കില്ലെടുത്തിട്ട് നേരെ റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ച് കില്ല് നേരെ എടുത്തതും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരുത്തനെ നമ്മളെ ടീമേറ്റ് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് സൗണ്ട് കേൾക്കണായിട്ട് ഞാൻ കയറിയതാണ്. 2 പേര് ഇവിടെ ഒളിച്ചിരിക്കുന്നു. എന്തായാലും അവൻ നല്ല അടി എനിക്ക് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു. അവൻ നമ്മൾ നേരെ നോക്കാക്കി സെറ്റായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ജയിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ടീമേറ്റുകൾ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക സെറ്റാക്കി നിന്നായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് നല്ല അടി നോക്കായത് ജസ്റ്റ് ഒരു 50 HP അവൻ ജയിച്ച് നമ്മളെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് സന്തോഷിച്ചു. പിന്നെ നമ്മൾക്ക് 2 സ്റ്റാർ, ഒന്ന് നമ്മൾ എക്സ്ട്രാ സ്റ്റാറിൽ നമ്മൾ നല്ലോണം കളിക്കും, നമ്മൾ ടീം നല്ലോണം കളിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റാർ എക്സ്ട്രാ സ്റ്റാർ കിട്ടുമല്ലോ. സോ അങ്ങനെ കിട്ടി, അടിപൊളിയായിരുന്നു. എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാൻ കേട്ടോ ഞാൻ. അപ്പം ക്ലെയിം ചെയ്യാനുള്ളതെല്ലാം ക്ലെയിം ചെയ്ത് സെറ്റായി. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. കണ്ട് രസിച്ചോ. അപ്പം എല്ലാവർക്കും